ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബെഡ് സ്വിച്ചിലെ ടു വേ കണക്ഷനും അതായത് റെഗുലേറ്ററും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻ്റർനാഷണൽ പ്ലഗും കാര്യങ്ങളും എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടു വേ സ്വിച്ച് വരുന്നുണ്ട്. ടു വേ സ്വിച്ച് 8 മോഡ്യൂളിൻ്റെ പ്ലേറ്റാണ് വരുന്നത്. ലെഗ്രാൻഡിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത്. ലെഗ്രാൻഡിൻ്റെ മെറ്റൽ ഷീറ്റാണ് വന്നിരിക്കുന്നത്. അത് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. പിന്നെ അതിന് ശേഷം റെഗുലേറ്റർ കാര്യങ്ങൾ സ്വിച്ച് വരുന്നുണ്ട്, റെഗുലേറ്റർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ റെഗുലേറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് വരെ രണ്ട് ടു വേ സ്വിച്ച് വരുന്നുണ്ട്. അതേ റൂമിൽ നമ്മൾ സാധാരണ രണ്ട് ടു വേ ആണ് വരുന്നത്. രണ്ട് ടു വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടു വേ നമ്മൾ ലൈറ്റിന് കൊടുക്കും, രണ്ടാമത്തെ ടു വേ ഫാനാണ് കൊടുക്കുന്നത്. ഈ ടു വേ കണക്ഷൻ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ടു വേ കണക്ഷൻ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അപ്പുറത്ത് ഓൾറെഡി ബെഡിൻ്റെ പൊസിഷനാണ് കണ്ടോ. ഫ്രണ്ട്സിൽ വരുന്ന ടു വേ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് ടു വേ സ്വിച്ചിൻ്റെ ഫസ്റ്റ് ടു വേ ലൈറ്റിനും രണ്ടാമത്തെ ടു വേ ഫാനിനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ ടു വേയുടെ തന്നെ രണ്ടറ്റത്ത് കണ്ടോ, ആ രണ്ട് വയറുകളും അതേപോലെ തന്നെ സെയിം കളർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സൈഡിലാണ് ഫസ്റ്റ് ടു വേ, അതായത് ഈ ആദ്യത്തെ ഫസ്റ്റ് ടു വേ വന്നിരിക്കുന്നത് ലൈറ്റിന് കൊടുത്തിരിക്കുന്നു, രണ്ടാമത്തെ ടു വേ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടു വേയുടെ ആദ്യത്തെ മുകളിൽ നമ്മൾ എൻട്രൻസിൽ ഫേസ് കയറ്റും. ഇതിൻ്റെ അകത്ത് ലീഡാണ്, ബൾബിൻ്റെ ലീഡ് കൊടുക്കുന്നു. രണ്ടാമത്തേൽ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നു. റെഗുലേറ്റർ വഴി നേരെ ഫാനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലാമ്പ് വരുന്നുണ്ട്. ഫുൾ ലാമ്പിൻ്റെ ഒരു ലീഡ് വരുന്നുണ്ട്. ആ ലീഡ് നമ്മൾ സാധാ ഫേസിലാണ് നമ്മൾ കൊടുത്തത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻവെർട്ടർ ഫേസ് വരുന്നുണ്ട്. ഈ ഇൻവെർട്ടർ ഫേസ് നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണൽ പ്ലഗിനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ചാർജറും ഏത് ടൈപ്പ് പ്ലഗും നമുക്ക് ഏത് ഡിവൈസും വരുന്ന പ്ലഗും നമുക്ക് ഈ ഇൻ്റർനാഷണൽ പ്ലഗിൽ നമുക്ക് കുത്താം. അതിന് വേണ്ടിയിട്ടാണ് റൂമിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടോ, സാധാ പ്ലഗിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞ ഒന്നാണ്, അവിടെ നിങ്ങൾ കാണിച്ചു തരാം. ആ വന്നതിന് ശേഷം ഡയറക്റ്റ് ഒന്ന് അതിലേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ വരുന്നത് സാധാ ഫേസാണ്. സാധാ ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ലാമ്പ്, നമ്മൾ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഒരു ബെഡ് സ്വിച്ചിലായതുകൊണ്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതിന് നമ്മൾ ഓൾറെഡി സാധാ ഫേസ് നമ്മൾ കൊടുത്തിട്ട് സ്വിച്ചിൻ്റെ താഴെ കൊടുത്തു. അതിനുശേഷം ആ ലീഡ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കൊടുത്ത് പോയിരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കണം അതിൻ്റെ ഫേസ് കൊടുക്കേണ്ടത്. അത് ഒരു സ്റ്റാൻഡേർഡാണ്, മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏത് പ്ലഗ് നമ്മൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ റൈറ്റ് സൈഡായിരിക്കും എൻ്റെ എല്ലെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫേസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡ് തന്നെയായിരിക്കണം അതിൻ്റെ ഫേസ്, സ്വിച്ച് വഴി കൺട്രോൾ ചെയ്ത് വരുന്ന ഫേസ് കൊടുക്കേണ്ടത്. നല്ല അമേസിങ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെഗുലേറ്ററിൻ്റെ തന്നെ 5 സ്റ്റെപ്പ് റെഗുലേറ്റർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടുവേനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.